ഇത് ഒരു ഹൃദയം സ്പർശിക്കുന്ന സ്നേഹകഥയാണ്. ഓർമ്മയുടെ മഴയിൽ മൺസൂൺ ആരംഭിച്ച നാളായിരുന്നു. മഴ തൂവൽ പോലെ വീഴുന്ന കണ്ണൂരിന്റെ ഒരു ഗ്രാമത്തിലെ പഴയ പുസ്തകക്കട, അതാണ് നായിക ശില്പയുടെ ജോലി ചെയ്യുന്ന സ്ഥലം. പഴയകാല പുസ്തകങ്ങൾക്കും ഓർമ്മകൾക്കും ഒത്തിരി സ്നേഹമുള്ള ശില്പയ്ക്ക് ഒരു പതിവ് ഉണ്ടായിരുന്നു: ഓരോ പുസ്തകവും വൃത്തിയാക്കി ആദ്യ പേജിൽ ചെറിയ കുറിപ്പ് എഴുതുന്നത്. ഒരു ദിവസം ഒരുത്തൻ കടയിൽ വന്നു. ജാതി, വംശം, ഭാവി ഒന്നും നോക്കാതെ ഒരു ചിരിയിലൊതുങ്ങുന്ന ശാന്തമായ മുഖം. അയാളുടെ പേര് ആരവ്. അയാൾ ചോദിച്ചു, ഇവിടെ പഴയ കാവ്യങ്ങളുണ്ടോ? ശില്പയും പറഞ്ഞു, ഇവിടത്തെത്തുന്നവരിൽ ഇതുപോലെ ചോദിച്ച ആദ്യത്തെ ആളാണ് നീ. പുസ്തകങ്ങൾ പങ്കുവെച്ചു, ചായയും ചിരിയും പങ്കിട്ടു. അതോടൊപ്പം ജീവിതകഥകളും. മഴയുടെ ഇടവേളകളിൽ അവർക്കിടയിൽ ഒരു അദൃശ്യബന്ധം പിറന്നു. അവർ ഒരുമിച്ച് വായിച്ചു, കഥകൾ ചർച്ച ചെയ്തു. മനസ്സിൽ മഞ്ഞുവീഴുന്ന പോലെ സ്നേഹമുണ്ടായി. പക്ഷേ ആരവിന്റെ ഒരു വാക്ക് ശില്പയെ കുലുക്കി: ഞാൻ ഒരു മാസത്തിന് ശേഷം പോയിരിക്കും. നാട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് ഈ സമയവും ഈ വായനയും ഓർമ്മയായി മതി ശില്പ. അവൻ പോയി. ഒരു പഴയ കവിതാ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ കുറിച്ച് വിട്ടുപോയ: കൂടുതൽ മഴ വീണ്ടും വന്നുകൊണ്ടിരിക്കും. എന്നാൽ നീയെന്ന ഓർമ്മയിൽ ഞാൻ എന്നും ഉണ്ടാവും. മരുന്നാകാത്തൊരു സ്നേഹമാകാം അതെങ്കിലും അതിന് അതിന്റെ അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു.